നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ ബൂണ്ടസ്ലിഗയിൽ നടന്ന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ബയൺ മ്യൂണിക്കിന് ഒരു തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. FC ഹൈഡൻഹെയിമാണ് അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ 2 ഗോളുകളുടെ ലീഡൊക്കെ നേടിക്കൊണ്ട് ബയൺ വിജയം നേടാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ രണ്ടാം പകുതിയിൽ 3 ഗോളുകൾ വഴങ്ങിക്കൊണ്ട് അവർക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വരികയായിരുന്നു. ഇതോടുകൂടി പൂർണ്ണമായും അവർ ബൂണ്ടസ്ലിഗ കിരീടം കൈവിട്ടു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഈ സീസണിന് ശേഷം ക്ലബിന്റെ പരിശീലക സ്ഥാനത്ത് ടുഷേൽ ഉണ്ടാവില്ല എന്നുള്ളത് നേരത്തെ തന്നെ സ്ഥിരീകരിക്കപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ ക്ലബിന്റെ മോശം പ്രകടനം അവരുടെ ഇതിഹാസമായ ലോതർ മത്തേയൂസിനെ വളരെയധികം ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ട്. ആഴ്സണലിനെതിരെയുള്ള UEFA ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിന് മുന്നോടിയായി ഈ പരിശീലകൻ അഥവാ ടുഷേലിനെ പരിശീലക സ്ഥാനത്ത് നിന്നും പുറത്താക്കണം എന്നാണ് ഇദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ളത്. മത്തേയൂസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: തോമസ് ടുഷേലും ടീമും തമ്മിലുള്ള ബന്ധം അത് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. 2 ഗോളുകൾക്ക് മുന്നിട്ട് നിന്നതിന് ശേഷം തോൽവി ഏറ്റുവാങ്ങുക എന്നത് ഒരിക്കലും അംഗീകരിക്കാനാവാത്ത ഒരു കാര്യമാണ്. അതായത് അടുത്തത് ഒരു UEFA ചാമ്പ്യൻസ് ലീഗ് മത്സരമാണ്. ഈ മത്സരത്തിൽ യാതൊരുവിധ കെമിസ്ട്രിയും ഇല്ലായിരുന്നു. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ക്ലബിനകത്ത് എന്താണ് സംഭവിക്കുക എന്നത് മാത്രമാണ് എനിക്കറിയേണ്ടത്. അദ്ദേഹത്തെ പുറത്താക്കിക്കൊണ്ട് ഒരു താൽക്കാലിക പരിശീലകനുമായി UEFA ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിന് പോകുന്നത് ഞാൻ സങ്കല്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് മത്തേയൂസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നിലവിൽ തുഷേലിനെ പുറത്താക്കാൻ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള കാര്യം ക്ലബിന്റെ ഡയറക്ടർമാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. നിലവിൽ വളരെ ദയനീയമായ പ്രകടനമാണ് ബയൺ മ്യൂണിക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബയണിനേക്കാൾ 16 പോയിന്റ് ലീഡുള്ള ബയർ ലെവർക്യൂസൻ ഇത്തവണത്തെ ബൂണ്ടസ്ലിഗ കിരീടം ഇപ്പോൾ ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.